അങ്ങനെ കോളിവുഡിന്റെ ഡ്രീം പ്രോജക്ട് ഉലകനായകൻ കമൽ ഹാസൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു പടം. പൊന്നോ, ആ പടത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടേ, നമ്മുടെ പാട്രിയോട്ട് എന്ന് പറയുന്ന മലയാള സിനിമയുണ്ട്. കേട്ടോ പടത്തെ പറ്റി? ഇല്ല, കേട്ടിട്ടില്ല. എങ്ങനെ കേൾക്കും? കാരണം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. മഹേഷ് നാരായണാണ് പടം ഡയറക്ട് ചെയ്യുന്നത്. ഏതാണ്ട് 100 കോടിക്ക് അടുത്ത് ചെലവ് വരുന്ന ഒരു പടമാണ്. എന്നിട്ട് ഈ പടത്തിനെ പറ്റി അറിയത്ത് പോലും ഇല്ല ആർക്കും. അതായത് സീറോ ഹൈപ്പ്, സീറോ പ്രൊമോഷൻ. ഒരു എന്തിനോ വേണ്ടി ഒരു ട്രെയിലറും ഒരു മേക്കിംഗ് വീഡിയോ മാത്രം പുറത്തു വിട്ടു. ഫഹദ് ഫാസിൽ ഉണ്ട് ആ സിനിമയ്ക്കകത്ത്, കുഞ്ചാക്കോ ബോബൻ ആ സിനിമയ്ക്കകത്ത് ഉണ്ട്. അതൊക്കെ വന്നു. അതെ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നാൻഡോ ചേട്ടാ, ആ പടത്തിന് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ നിങ്ങൾ ഇതൊക്കെ കണ്ട് പഠിക്കുക. കമൽ ഹാസനും രജനീകാന്ത് ഒന്നിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞിട്ട് അവരിറക്കി വിട്ടേക്കുന്ന ഒരു പ്രൊമോ ഉണ്ട്. എന്റെ പൊന്നോ, കാണുമ്പോ രോമാഞ്ചമാണ്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കി ഒന്നിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 പേർക്ക് ആ പടം അറിയത്ത് പോലും ഇല്ല. എല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്തായാലും നമുക്ക് അത് വിടാം. നമുക്ക് നമ്മുടെ രജനീകാന്ത് കമൽഹാസൻ പടത്തിന്റെ ഗ്ലിംസ് കാണാം. ഇതാണ് പടത്തിന്റെ ഡയറക്ടർ നെൽസൺ. നെൽസൺ ആ സമയം നല്ല സൂപ്പർ സമയമാണ്. കാരണം ജയിലർ 2 എടുക്കുന്നു, അനിരുദ്ധ്. ആക്ച്വലി ഇവൻ ഡയറക്ടറാണ് നെൽസൺ. പക്ഷെ ഭയങ്കര കോമഡി ടൈമിംഗ് ആണ്. നല്ല രസമാണ് അവൻ അഭിനയിക്കുന്നത് കാണുമ്പോൾ തന്നെ. പ്രൊമോ വീഡിയോ മാത്രമേ വരത്തുള്ളൂ ഉള്ളൂ നെൽസൺ. വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, വൺസ് അപ്പോൺ എ ടൈം ഇൻ കോളിവുഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്ന് പറയാമോ? കമൽഹാസൻ. രജനീകാന്ത്. അവർക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടീസ് ഒക്കെയാണ്. രണ്ടുപേരുടെയും കോസ്റ്റ്യൂം സെറ്റാക്കി വെച്ചേക്കാണ്. മനസ്സിലായില്ലേ? ഓ, കമൽഹാസൻ രജനീകാന്ത് ലുക്ക് അല്ലേ? സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തില് രജനീകാന്ത് ഒരു രക്ഷയില്ല കേട്ടോ. പഴയ റെട്രോ മ്യൂസിക് ആണ്. അത് പഴയ 80s 90s ഒരു മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓ സൂപ്പർ. രജനീകാന്ത് ഭയങ്കര സ്റ്റൈലാണ് നടന്നു വരുന്നത് കാണാൻ. അത് അത്രേ ഉള്ളു. രജനീകാന്തിലേക്ക് നമ്മൾ സാധനം പോവുള്ളൂ. നല്ല മ്യൂസിക് അല്ലേ? അല്ലേ? കണ്ടോ? ഓ ഇല്ല കേട്ടോ. ഒരു മറ്റേ ഓൾഡ് അല്ല കേട്ടോ, എവർഗ്രീൻ പ്ലേ ബോയ് സ്റ്റൈലൊക്കെ ഉള്ള പടമാണെന്നൊക്കെ തോന്നുന്നു. കാരണം കുറെ പെണ്ണുങ്ങളെ കാണിക്കുന്നില്ല മൊത്തം. കണ്ടോ? സ്വാഭാവിക ആരും നോക്കും. ഉറപ്പായിട്ടും. അത് രജനീകാന്തിന്റെ കോസ്റ്റ്യൂം നോക്കിയേ, ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ? കമൽഹാസൻ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല പെണ്ണുങ്ങളെ. സിഗ്മ ബോയ്സുമായിട്ടാണോ? എന്താ കമൽ മൈൻഡേ ചെയ്യുന്നില്ല പെണ്ണുങ്ങളെ, രജനിയും മൈൻഡ് ചെയ്യുന്നില്ല, രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല. അത് നോക്ക്. അതെ സെറ്റ് നൈസാണ്. ലുക്കിന്റെ കാര്യത്തിൽ ആരാ മെയിൻ? രജനീകാന്ത് അല്ലേ? കമലും കൊള്ളാം, കമൽഹാസനും കൊള്ളാം. രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. പുള്ളി ഇങ്ങനെ കത്തി നിൽക്കും. അടിപൊളി മ്യൂസിക് അല്ലേ? നെൽസൺ എവിടെ കിടന്ന നെൽസനാണ് ഇപ്പം ഇവിടം വരെ എത്തിയെന്നാണ് ആലോചിക്കേണ്ടത്. ഓ അവരുണ്ടോ? ഇവര് അത് ഞങ്ങൾക്ക് അറിയണം. ഓ നൈസാണ് അല്ലേ? അടിപൊളി പാടാ അല്ലേ? നൈസല്ലേ?
അല്ല എനിക്ക് ആ കൺഫ്യൂഷൻ നമ്മുടെ മോളിവുഡ് പ്രത്യേകിച്ച് ഈ പാട്രിയോട്ടിന്റെ മേക്കേഴ്സ് നിങ്ങൾ കണ്ട് പഠിക്കുക. കാരണം ഇവിടെ നമുക്ക് ഈ MMN എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ MMN എന്ന് പറഞ്ഞിട്ടാണ് ഈ പടം അനൗൺസ് ചെയ്തത്. ലാലേട്ടനെ മമ്മൂക്കി ഒന്നിക്കുന്ന ഒരു പടം ഇങ്ങനെയാണ് അനൗൺസ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ആലോചിക്കും, ഇത് കണ്ട് പഠിക്കും നിങ്ങൾ. നമ്മൾ പണ്ട് നാടൻ ഭാഷ പറയും, പോയി അവന്റെ കുണ്ടി പിടിച്ച് കടിക്കണം എന്ന് പറയും, കണ്ടു പഠിക്കുന്ന രീതിയിൽ. കാരണം കമലഹാസനും രജനീകാന്ത് ഒന്നിക്കുന്ന ഒരു പടത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. കിഡുമായിട്ട് അല്ലെ, ഒരു രക്ഷയില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട നമ്മുടെ നെൽസന്റെ കാര്യമാണ്. കാരണം എവിടെ കിടന്ന നെൽസനാണ് ബീസ്റ്റ് പരാജയമായപ്പോഴത്തേക്ക് എല്ലാവരും എഴുതി തള്ളിയ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഒരു പ്രോഗ്രാമിന് നെൽസൺ വരുന്ന സമയത്തെ, കാരണം ബീസ്റ്റ് പൊട്ടിപ്പോയി. അപ്പൊ നെൽസൺ വരുന്ന സമയത്ത് ബ്ലാക്ക് ഹാറ്റ്സ് അല്ലെങ്കിൽ മറ്റേ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഇവന്മാര് നെൽസൺ അല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരങ്ങ് മാറിപ്പോവാ. അത് കഴിഞ്ഞ് നെൽസൺ എന്ത് ചെയ്തു, ജയിലർ എടുത്ത് പുള്ളി പടം എടുത്ത് കാണിച്ചു കൊടുത്തു. പിന്നെ ജയിലർ 2 വരുന്നു. ഓക്കെ, ഇപ്പോ അതേ നെൽസൺ തന്നെ കമലഹാസനും രജനീകാന്തും ഒന്നിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു രക്ഷയില്ലാത്തൊരു ഗ്ലിംസ്. പൊളി പ്രൊമോ വീഡിയോ ഇറക്കുവാണെങ്കിൽ ഇങ്ങനെ വേണം ഇറക്കാനായിട്ട്. നമ്മൾ ഇതിനു മുമ്പ് ലിയോയുടെ പ്രൊമോ വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ജയിലറിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രൊമോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വൈബാണ് പടം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പടം 1000 കോടിയല്ല, അതിന്റെ അപ്പുറത്തേക്ക് 100% ഉറപ്പാണ്. കിഡു ഐറ്റം, ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കമലഹാസനും രജനീകാന്തും അങ്ങ് നിറഞ്ഞങ്ങ് പൂന്ത് വിളയാടെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രജനീകാന്ത്. ഒരു രക്ഷയില്ല കേട്ടോ, രജനീകാന്ത് സൂപ്പറാണ്. പിന്നെ നെൽസൺ, സത്യം പറയാമല്ലോ, നെൽസൺ വല്ല പടത്തില് അഭിനയിച്ചു കഴിഞ്ഞാൽ അത്ര കോമഡി ടൈമിംഗ് ആണ്. ഒരു ഡയറക്ടർ എന്ന് മാത്രമല്ല, പുള്ളി ഭയങ്കര രസമാണ്. പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ ഭയങ്കര അപാരമാണ്. ഇപ്പൊ എന്തായാലും പടം ഇറങ്ങട്ടെ, പൊളിക്കട്ടെ, നമ്മുടെ മലയാള സിനിമ ഇത് കണ്ട് പഠിക്കട്ടെ.